ടു സ്റ്റഡി വിത്ത് സ്മൈൽ PSC. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് 5ാം സ്റ്റാൻഡേർഡിലെ 4ാമത്തെ പാഠമാണ് വിത്തിനുള്ളിലെ ജീവൻ എന്ന പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ 2 ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ PDF നോട്ട് ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കമൻറ്റ് ചെയ്യാൻ. പക്ഷേ ആരും കമൻറ്റ് ചെയ്തിട്ടില്ല. ഇനിയും ആവശ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ ആ PDF നോട്ട് തരുന്നതായിരിക്കും. പിന്നെ എന്താണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. SCERT ബേസിലാണ് ക്ലാസ് പോകുന്നത്. കാരണം ഞാൻ വീണ്ടും പറയുന്നത്, അതായത് തുടക്കക്കാർക്ക് വേണ്ടി പഠിക്കുന്ന രീതിയിലാണ് നമ്മൾ 5ാം സ്റ്റാൻഡേർഡ് തൊട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 1, 2, 3 പാഠം ഞാൻ 2 വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് ലെങ്തും PSCക്ക് ഇഷ്ടപ്പെട്ടൊരു പാഠമാണ് കേട്ടോ. അപ്പം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാനത് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ 4ാമത്തെ പാഠം വിത്തിനുള്ളിലെ ജീവൻ. അതിൽ കുറച്ചൊരു ഡയറി കുറിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് വേണ്ട കേട്ടോ. നമുക്ക് ഇവിടെ തുടങ്ങുന്നത് എവിടെ നിന്നറിയോ? യെസ്, നമ്മുടെ PSCയുടെ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് നമുക്ക് ചോദ്യം, വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമാണോ? വിത്ത് മുളയ്ക്കുന്നതിന് മണ്ണ് ആവശ്യമാണോ എന്ന് പരിശോധിക്കുമ്പോൾ മുളപ്പിക്കാൻ വെച്ചിരിക്കുന്ന വിത്തുകൾക്ക് മണ്ണ് ലഭിക്കരുതല്ലോ, എന്നാൽ വെള്ളം, വായു, അന്തരീക്ഷ താപം എന്നിവ ലഭിക്കുകയും വേണം. നമുക്കൊരു പരീക്ഷണം ചെയ്യാം അല്ലേ? അത് പരീക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട്. അടുത്ത് ചോദിച്ചിട്ടുണ്ട്, വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണോ എന്നുള്ളത്. PSCയുടെ ഒരു ചോദ്യം വന്നത് ഇവിടെ നിന്നാണ്. വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമായ ഘടകം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. വിത്ത് മുളയ്ക്കാൻ, മക്കളെ, വിത്ത് മുളയ്ക്കാൻ വായു, ജലം, അനുകൂല താപനില എന്നിവ ആവശ്യമാണ്. എന്നിവ മാത്രമേ ആവശ്യമുള്ളൂ. ഏതാണ്? വിത്ത് മുളയ്ക്കുന്നതിന് വായു, ജലം, അനുകൂല താപനില എന്നിവ ആവശ്യമാണ്. അത് മാത്രമേ ആവശ്യമുള്ളൂ. മുളച്ചു കഴിഞ്ഞ് വളർന്നു വരുന്നതിനാണ് എന്ത് വേണ്ടുന്നത്? സൂര്യപ്രകാശവും മണ്ണ് എന്നിവ വേണ്ടുന്നത്. അപ്പോൾ ഒന്നും കൂടെ, മക്കളെ, വിത്ത് മുളയ്ക്കാൻ വായു, ജലം, അനുകൂല താപനില എന്നിവ ആവശ്യമാണ്. മുളച്ച് കഴിഞ്ഞ് വളരുന്നതിന് സൂര്യപ്രകാശവും മണ്ണ് എന്നിവ ആവശ്യമാണ്. PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. വിത്ത് മുളയ്ക്കാൻ താഴെ പറയുന്ന ഏത് ഘടകമാണ് ആവശ്യമുള്ളത് അല്ലെങ്കിൽ ഏത് ഘടകമാണ് ആവശ്യമില്ലാത്തത് എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നോട്ട് ചെയ്യുക. അടുത്തത് ഇത് കഴിഞ്ഞിട്ട് പിന്നെ നെല്ല് വിത്ത് മുളപ്പിക്കുന്നത്, കേരളത്തിൽ മഴക്കാല കൃഷി, ഞാറ് മുളപ്പിക്കുന്നതിന് കർഷകർ ചെയ്യുന്ന രീതി, വാഴത്തണ്ടിലേക്ക്, ഇതൊക്കെ പണ്ട് നമ്മുടെ നാട്ടിലേക്ക് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്നുമില്ല, ഇതൊന്നും നമുക്കുള്ളതില്ല കേട്ടോ. നമുക്ക് താണ്ട് വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSCയുടെ ഇഷ്ട ഒരു ഭാഗമാണിത്. അവിടെ നിന്ന് തുടങ്ങാം. ബീജാങ്കുരണം. ഞാൻ വായിക്കാതെ കേട്ടോ. അനുകൂല സാഹചര്യത്തിൽ വിത്തിനുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനത്തെയാണ് വിത്ത് മുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം എന്ന് പറയുന്നത്. വിത്തിലെ സൂക്ഷ്മധാരങ്ങളിലൂടെ ജലം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. വിത്തിനുള്ളിലെ ഭ്രൂണവും ശ്വസിക്കുന്നുണ്ട്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലമാണ്. ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് വേരാകുന്നു. ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് ഒഴുകുന്ന ഭാഗമാണ് ബീജശീർഷം. ബീജശീർഷം വളർന്ന് കാണ്ഡമായി മാറുന്നു. ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നതുവരെ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം. ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്നും മനസ്സിലായി കണ്ടാവില്ല. ഞാനതിൻ്റെ ഫോട്ടോ കാണിച്ചു തന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാവും. അതാണേ, അത് നമ്മളൊരു വിത്തിട്ട് അതിൽ നിന്ന് നമ്മളൊരു സാധാ ഒരു പയർ വിത്തൊക്കെ ഇട്ട് നോക്കിയാൽ മതി കേട്ടോ. അതിൽ നമുക്കറിയാൻ പറ്റും. അതിൽ നിന്നൊരു 2 ദിവസം കഴിയുമ്പോഴൊക്കെ അതിനന്നൊരു ഒരു ബീജമൂലം എന്ന് പറഞ്ഞ ഒരു സാധനം വരും. അതെങ്ങോട്ടാണ് ആദ്യം വളർന്നു പോകുന്നത്? അതായത് വിത്തിനുള്ളിൽ നിന്ന് ആദ്യം വരുന്ന എന്താണ്? ബീജമൂലമാണ്. ആ ബീജമൂലം എങ്ങനെയാണ്? ആ ബീജമൂലം മണ്ണിലേക്ക് തന്നെ വളരും. അതാണ് ഫ്യൂച്ചറിൽ എന്തായി മാറുന്നത്? വേരായി മാറുന്നത് ഇല്ലേ? അതിനുശേഷം എന്താണ്? ബീജപത്രം ഇല്ലേ? അതായത് ഇലകൾ വരുന്നത് വരെ ആഹാരം നിർമ്മാണം അല്ലേ? ഇലകൾ വരുന്നത് വരെ ആഹാരം നിർമ്മിക്കാൻ ബീജപത്രത്തിൽ ഇല്ലേ? ബീജപത്രത്തിൽ ഹെൽപ്പ് ചെയ്യുന്നത്. ബീജപത്രം എന്ന് വെച്ചാൽ നമുക്കറിയാം, പയർ ആ തോട് പൊട്ടിപ്പോകുമ്പോൾ അതിൽ നിന്ന് 2 ഇത് വരത്തില്ല, പയറിൻ്റെ. അതാണ് ബീജപത്രം എന്ന് പറയുന്നത്. അതാണ് ഇലകൾ വരുന്നത് വരെ ചെടിക്ക് ആവശ്യമായ ആഹാരം നിർമ്മിച്ച് കൊടുക്കുന്നത്. അതുകൂടാതെ ഏതാണ് വരുന്നത്? ബീജശീർഷം എന്ന് പറയുന്നത്. ആ ബീജശീർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മണ്ണിൽ നിന്ന് തണ്ട് പോലെ വരുന്നത്. അതാണ് ഭാവിയിൽ കാണ്ഡമായി തീരുന്നത്. അപ്പോൾ PSC ചോദിച്ചിട്ടുള്ളത് എന്താണ്? ആദ്യമായി, അതായത് വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ബീജമൂലമാണ്. ബീജമൂലം എന്തായി മാറുന്നു? വേരായി മാറുന്നുണ്ടോ? പിക്ചറിനകത്ത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബീജമൂലം, ബീജപത്രമുണ്ട്, ബീജശീർഷമുണ്ട്. ബീജമൂലം എന്തായി മാറുന്നു? അത് വേരായിട്ട് മാറുന്നു. ബീജപത്രത്തിന് ഇലകൾ വരുന്നത് വരെയുള്ളൂ റോള്. അത് ഇലകൾ വരുന്നവരെ സസ്യത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിച്ച് കൊടുക്കുക എന്നുള്ളത്. പിന്നെ ബീജശീർഷം വരുന്നുണ്ട്. അതെന്താണ്? അതാണ് ഫ്യൂച്ചറിൽ എന്തായി മാറുന്നത്? തണ്ട് അല്ലെങ്കിൽ കാണ്ഡമായി മാറുന്നത്. അതാണ്. ഓക്കെ, ഇനി അടുത്തത്
ഇനി അങ്ങനെ നമ്മൾ താഴോട്ട് പോകുമ്പോൾ കുറേ ഇതൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വേണ്ട. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ ഇതിനകത്ത് ബോക്സിൽ കൊടുത്തിരിക്കുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. PSC സംബന്ധിച്ചിട്ട് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ തന്നെയാണ്. കായിക പ്രജനനം. സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്ന് പുതിയ സസ്യമുണ്ടാകുന്നതാണ് കായിക പ്രജനനം. അപ്പോൾ കായിക പ്രജനനം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്: സസ്യങ്ങളിലെ വേര്, തണ്ട്, ഇല ഇവയിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകുന്നതിനെ എന്ത് പറയുന്നു? എന്താണ് കായിക പ്രജനനം എന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇനി അടുത്തത്, അപ്പുപ്പം താഴെയുടെ പുറകിൽ ഒരു കുട്ടി ഓടിപ്പോകും. നമ്മൾ കുട്ടിക്കാലത്ത് കുറേ ഇങ്ങനെ ഓടിയിട്ടുള്ളതാണ് കേട്ടോ. എൻ്റെ കുട്ടിയൊക്കെ ഇപ്പോഴും ഓടുന്നുണ്ട്, പക്ഷെ അപ്പുപ്പം താടി ഇപ്പോൾ കിട്ടാനില്ലെന്നേ ഉള്ളൂ. ഓക്കെ, വിത്ത് വിതരണം, ഡിസ്പേഴ്സൽ ഓഫ് സീഡ്സ്. അതായത് ഒരു സസ്യത്തിൻ്റെ വിത്തുകളെല്ലാം അതിൻ്റെ ചുവട്ടിൽ തന്നെ വീണ് മുളയ്ക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം വളരുന്നതിനാവശ്യമായ മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ധാതു ലവണങ്ങൾ എന്നിവ ലഭിക്കില്ല. കാരണം ഒരു ചെടിയുടെ ഇതിൻ്റെ ചുവട്ടിൽ തന്നെ ഈ വിത്തെല്ലാം വന്ന് വീണിട്ടാകുമ്പോൾ അതിന് അത്യാവശ്യം, അതായത് ഒരു ചെടിക്ക് ആവശ്യമുള്ള ലവണങ്ങളും വെള്ളവും ചെല്ലാം, അല്ലെങ്കിൽ ഒരു 2 3 എണ്ണത്തിനൂടെ കിട്ടുമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു വിത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു 10 എണ്ണം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ നിന്ന് 1 2 ഒക്കെ ആയിരിക്കും നല്ല സ്ട്രോങ് ആയിട്ട് വരുന്നത് അല്ലേ. കാരണം അതിനാവശ്യമായിട്ടുള്ളത് കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതുമൂലം ഒരു സസ്യത്തിന് വിവിധ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് വളരാൻ സാധിക്കണം. അല്ല, അതിലൊരു പോയിന്റ് കിട്ടും അല്ലേ. അതിനാൽ വിത്തുകൾ പല ഭാഗങ്ങളായി വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒരു സസ്യത്തിൻ്റെ ഒരു ചുവട്ടിൽ തന്നെ ഇടാതെ വിത്തുകൾ പല ഭാഗങ്ങളിലായിട്ട് വിതരണം ചെയ്തിട്ട് വേണം സസ്യങ്ങളാക്കി മാറ്റാൻ. ഇതുമൂലം ഒരു സസ്യത്തിന് വിവിധ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് വളരാൻ സാധിക്കുന്നു. വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും വിത്ത് വിതരണം ചെയ്യപ്പെടുന്നത് മൂലമാണ്. വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും വിത്ത് വിതരണം ചെയ്യപ്പെടുന്നത് മൂലമാണ്. ഓക്കെ, അപ്പം വിത്ത് വിതരണം എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് പലവിധ മാർഗങ്ങൾ, ആ മാർഗങ്ങൾ നമ്മൾ പറയാൻ പോവുകയാണ്. പലവിധ മാർഗം ഉപയോഗിച്ച് വിത്ത് പല ഭാഗങ്ങളിലായിട്ട് ഇട്ട് ആ ഒരു സസ്യം അല്ലെങ്കിൽ ആ ഒരു ചെടി വളർന്നു വരുന്നതിനാണ് വിത്ത് വിതരണം എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയൊക്കെയാണ് വിത്ത് വിതരണം നടക്കുന്നത്? വെള്ളത്തിൽ ഒഴുകിയും പൊട്ടിത്തെറിച്ചും എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് മഹാഗണി, വെണ്ട, ഏതൊക്കെയാണ്? തെങ്ങ്, അത്തിപ്പഴം തിന്നുന്ന പക്ഷി, കാശിത്തുമ്പ എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്, ഇതിൽ നിന്ന് നമ്മൾ ഈ ഫോട്ടോ കണ്ടിട്ട് അങ്ങനെ ഈ വെണ്ട എങ്ങനെ പൊട്ടിത്തെറിക്കുക? വെണ്ട നിന്നിട്ട് തന്നെ പൊട്ടിത്തെറിക്കുക. തെങ്ങൊക്കെ തീരപ്രദേശത്തല്ലേ തെങ്ങിൻ്റെ കൃഷി കൂടുതൽ. സോ വെള്ളത്തിൽ വീണിട്ട് അത് ഒഴുകി പോയിട്ട് എവിടെയെങ്കിലും കിടന്ന് കിളിക്കുകയാണ്. അത്തിപ്പഴമൊക്കെ ആണെങ്കിൽ കിളികളിൽ കഴിച്ചിട്ട് കൊണ്ടിടുന്ന കുരുവുണ്ടാവും, ഇല്ലെങ്കിൽ അത് അതിൻ്റെ കാഷ്ടമൊക്കെ വീണിട്ട് അങ്ങനെ കിളിക്കുന്നതാവാം, വളർന്നു വരുന്ന അത്തിപ്പഴം. കാശിത്തുമ്പ ഈ പറഞ്ഞ കണക്ക് തന്നെ പൊട്ടിത്തെറിക്കുന്നതാണ്. മഹാഗണിയും പൊട്ടിത്തെറിക്കുകയാണ്, പക്ഷേ അതിൻ്റെ സീഡിന് വെയിറ്റ് കുറവായതുകൊണ്ട് പൊട്ടിത്തെറിച്ചതിന് ശേഷം ഇത് കാറ്റിലൂടെ പറന്ന് പല ഭാഗത്ത് പോയിട്ടാണ് ഈ മഹാഗണി വളരുന്നത് കേട്ടോ. കാശിത്തുമ്പയിൽ മഹാഗണിയിലും വിത്ത് വിതരണം ഒരേ രീതിയിലാണ്. വെള്ളത്തിലൊഴുകിയപ്പം തേങ്ങയെ സഹായിക്കുന്ന പ്രധാനങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഇനി വിത്ത് വിതരണത്തിനുള്ള അനുകൂലങ്ങൾ. പക്ഷികൾ പഴങ്ങൾ കൊത്തിക്കൊണ്ട് പോകുന്നത് കണ്ടിട്ടില്ലേ? ഇപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ അത് മാംസളഭാഗങ്ങളായ വിത്തുകൾ ഇങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നത്. എങ്ങനെയാണ്? പക്ഷികളും മൃഗങ്ങളും ആകർഷിച്ചിട്ട് മാമ്പഴം കഴിച്ചിട്ട് മാങ്ങേണ്ടി വലിച്ചെറിയുമ്പോൾ വിത്ത് വിതരണം നടക്കുന്നു. അത് നമ്മൾ അറിയാതെ ചെയ്യുന്നതാണ്. അതൊക്കെ മാവിൻ്റെ ചുവട്ടിൽ തന്നെ വീണിട്ട് അവിടെ കളന്ന് വളരാൻ അനുകൂലമായൊരു സാഹചര്യമല്ല. വളർന്നു വന്നാൽ കൂടെ അത് ഒരു ശക്തമായ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ട് വളർന്നു വരില്ല. സോ നമ്മളെന്ത് ചെയ്യുന്നു? പഴുത്ത മാങ്ങ എവിടുന്നെങ്കിലൊക്കെ കിട്ടുന്നു, നമ്മൾ കഴിക്കുന്നു, എന്നിട്ട് അപ്പുറത്തവൻ്റെ വസ്തുവിലേക്ക് വലിച്ചെറിയുന്നു. അതുകൂടെ നമ്മളെന്താണ് ചെയ്യുന്നത്? നമ്മളും ഒരു തരത്തിൽ വിത്ത് വിതരണമാണ് നടത്തുന്നത്. അതവിടെ കിടന്നിട്ട് വളരുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മളും ഇതിൻ്റെ ഭാഗമാണ്. പിന്നെ ഈ ഒരു പിക്ചർ ഇല്ലേ, നമ്മുടെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരുന്നതാണ്. നമ്മൾ വയലിൽ കളിക്കാൻ പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിൻ്റെ കാവിൻ്റെ ഭാഗത്തൊക്കെ കളിക്കാൻ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ഇല്ലേ വസ്ത്രങ്ങളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പുൽവിത്തുകൾ കണ്ടുകൊണ്ടല്ലേ. വലിയ പാടാണ് നമുക്ക് വസ്ത്രങ്ങൾ ഈ ഡ്രസ്സിൽ നിന്നൊക്കെ നമുക്ക് എടുത്ത് കളയാനായിട്ടേ. അതും ഒരു തരത്തിൽ വിത്ത് വിതരണമാണ്. കാരണം നമ്മൾ ആ ഓടിപ്പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പോഴോ നമ്മുടെ വസ്ത്രത്തിൽ, നമ്മുടെ പാൻസിലോ നിക്കറിലോ ഉടുപ്പിലോ ഒക്കെ ആവുന്നത് നമ്മൾ എവിടെയെങ്കിലും പുറത്തിറങ്ങിയതിന് ശേഷമാണ് നമ്മൾ അയ്യോടാ ഇത് നമ്മുടെ വന്നു എന്ന് കാണുന്നത്. അപ്പോൾ നമ്മൾ അത് അവിടെ നിന്ന് എടുത്തിട്ട് അവിടെ ഇടും. നമ്മളെവിടെയാണോ എത്തുന്നത് അവിടെ തന്നെ ഇട്ടിട്ട് പോകും. നമ്മൾ കുറച്ചിടും. പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ വീട്ടിൽ അമ്മ വഴക്ക് പറയില്ലേ, അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ ഓരോന്നിങ്ങനെ എടുത്തെടുത്ത് റോഡിലൊക്കെ ഇട്ടിട്ട് പോകും. വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയുടെ എന്നിട്ട് തല്ലും കിട്ടിയിട്ട് അമ്മയുടെ സൈഡിൽ നിന്ന് കുറച്ചെടുത്ത് കളയും ഇല്ലേ. പിന്നെ ഡ്രസ്സ് കഴുകാനിടുമ്പോൾ അതിൽ നിന്നും കുറച്ച് വെള്ളം ഒഴുകി പോകുന്നിടത്തൊക്കെ പോകും. ഒരു തരത്തിൽ അതും എന്ത് തന്നെയാണ്? വിത്ത് വിതരണം തന്നെയാണ്. അപ്പം നമ്മൾ തുടക്കത്തിൽ കണ്ട അപ്പുപ്പം താടി ഇല്ലേ, കാറ്റിൽ പാറി നടക്കുന്ന വിത്തുകൾക്ക് ഭാരം കുറവായിരിക്കും അല്ലേ. കാറ്റിൽ പാറി നടക്കാൻ സഹായിക്കുന്ന ഒരു ഭാഗവും ഉണ്ടായിരിക്കുകയും ചെയ്യും. ഭാരം കുറവായിരിക്കും, എന്നാൽ പാറി നടക്കാൻ സഹായിക്കുന്ന ഒരു ഭാഗവും ഉണ്ടായിരിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഇനി അതിനകത്ത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് വിത്ത് വിതരണത്തിൻ്റെ രീതി അല്ലേ. കാറ്റുവഴി ഏതൊക്കെയാണ്? അപ്പൂപ്പൻ താടി, മഹാഗണി. ഞാൻ പറഞ്ഞല്ലോ മഹാഗണി പൊട്ടും, അതിൻ്റെ ഒരു കായുണ്ട്, ശ്രദ്ധിച്ചാൽ മതി. കാ പൊട്ടും, പക്ഷേ അതിനകത്തുണ്ടാകുന്ന സീഡ് വളരെ വെയ്റ്റ്ലെസ് ആയിട്ടാണ് ആ ഒരു നീളത്തിലുള്ള സാധനം. അതിങ്ങനെ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ പറന്ന് പോകുന്ന കാണാം നമുക്ക്. പിന്നെ ജലം വഴി തെങ്ങ്. ജന്തുക്കൾ വഴി എന്താണ്? ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ലൊക്കെ ജന്തുക്കൾ വഴി, അതായത് ഈ കിളികൾ അതിൻ്റെയൊക്കെ ഇത് കഴിച്ചിട്ട്, മാംസമായ ഭാഗങ്ങൾ കഴിച്ചിട്ട് കാഷ്ടത്തിലൂടെ അല്ലെങ്കിൽ കുരു കൊണ്ടിട്ടിട്ടൊക്കെയാണ് ഇതൊക്കെ ഉണ്ടാകും. ഈ പേരയും ആൽമരവും പ്ലാവ്, അസ്ത്രപ്പുല്ല് ഇതൊക്കെ. പൊട്ടിത്തെറിച്ച് വെണ്ടയും കാശിത്തുമ്പയും ഞാൻ പറഞ്ഞു. വെണ്ട അത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. വെണ്ട ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് നിന്നിട്ട് ഉണങ്ങിയൊരു വെണ്ട നിർത്തി വയ്ക്കുക, അത് തന്നെ പൊട്ടിത്തെറിച്ചിട്ട് വിത്ത് വീഴും. കാശിത്തുമ്പ അറിയോ? പലരുടെയും നമ്മുടെ നാട്ടിലൊക്കെ കാശിത്തുമ്പ എന്നല്ല കേട്ടോ പറയുന്നത്. ഇതിനെയൊക്കെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യൂ. ഞങ്ങളുടെ നാട്ടിൽ വാത്സ്യം അങ്ങനെ എന്തോ പറയുന്നത് കേട്ടോ. കാശിത്തുമ്പയെന്ന് ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ആദ്യമായിട്ട് കാണാം. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അതിന് കൂടെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് വീഡിയോ ചെയ്യുന്നതിന് എനിക്ക് ഒരു സന്തോഷമായിരിക്കും അത്, സബ്സ്ക്രിപ്ഷൻ കൂടുന്നത്. അതിനോടൊപ്പം തന്നെ PDF നോട്ട് ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യുക, ഞാൻ PDF നോട്ടൊക്കെ തരുന്നതായിരിക്കും കേട്ടോ. ഇനി നിങ്ങളിത് വീഡിയോ കാണുന്നവരോ അല്ലാത്തവരോ നിങ്ങൾ ലൈക്ക് ചെയ്തില്ല, കമൻറ്റ് ചെയ്തില്ല, കാരണം അത് പറയാൻ എനിക്ക് പേഴ്സണലി ഒരു മെസ്സേജ് വന്നതാണ്. ഇത്രയും ഈ വലിയ വലിയ ചാനലുകളിടയ്ക്ക് നീ എന്തിനാണ് ഇങ്ങനെ ഒരു കുട്ടി ചാനൽ വന്നിരിക്കുന്നത്? എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞതാണ്. അവൻ എനിക്കൊരു സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തന്നു കേട്ടോ. എൻ്റെ നല്ലതിന് വേണ്ടി എന്നുള്ളത് വെച്ചിട്ടാണ് അവൻ അയച്ചു തന്നത്. അതായത് എൻ്റെ ഒരു ഷോർട്സിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അവൻ അയച്ചു തന്നത്. ലെഫ്റ്റ് സൈഡിൽ 2.4 മില്യണും റൈറ്റ് സൈഡിൽ 788Kയും ഇടയ്ക്ക് എൻ്റെ 177. എന്തുവാടെ ഇതെന്ന് ചോദിച്ചിട്ട് അവൻ അയച്ചു തന്നെ. നമ്മൾ തളരില്ല, നമ്മൾ മുന്നോട്ട് തന്നെ പോകും. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് 60 സബ്സ്ക്രൈബറേ ഉള്ളൂ. അത് 600, 6000, 6 ലക്ഷവും അല്ലേ 60 ലക്ഷമൊക്കെ ആവുന്നൊരു ദിവസം വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാനിതൊക്കെ ചെയ്തുകൊണ്ട് പോവുകയാണ്. അത് വന്നില്ലെങ്കിൽ എന്നെ വിശ്വസിച്ച് ഇപ്പോൾ കൂടെ കൂടിയവരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഞാനിത് ചെയ്തു കൊടുക്കും. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്റർ, അതായത് 4ാമത്തെ ചാപ്റ്റർ അല്ലേ, നമ്മളിവിടെ കഴിഞ്ഞു എന്നുള്ളത് വേണം പറയാൻ. സോ നമ്മളൊന്ന് ക്വിക്ക് റിവിഷൻ നടത്തിയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ വിത്തിനുള്ളിലെ ജീവൻ. ക്വിക്ക് റിവിഷൻ എന്താണ്? വിത്ത് വളരാൻ ആവശ്യമായ അല്ലേ, വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ സാഹചര്യം എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ് അതിൽ? ജലം അല്ലേ, വായു, അനുകൂല താപനിലയാണ് വിത്ത് മുളയ്ക്കുന്നതിന്. ഞാൻ എപ്പോഴും പറയുന്നത് വിത്ത് മുളയ്ക്കുന്നതിനാണ് വായു, ജലം, അനുകൂല താപനില എന്ന് പറയുന്നത് അല്ലേ. മുളച്ചു കഴിഞ്ഞ് വളരുന്നതിന് സൂര്യപ്രകാശമാണ്. ഇതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ ജിമ്മിനൊക്കെ പോകുന്നവരുണ്ടാവില്ലേ, അവർ ഈ പയർ വെള്ളത്തിലിട്ടിട്ട് തുണിയിൽ കെട്ടിയിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മുളപ്പിച്ച് കഴിക്കാനായിട്ട്. മണ്ണിൽ കൊണ്ടിട്ടാണോ മുളപ്പിക്കുന്നതല്ല, അല്ലാതെ തന്നെ അവർ മുളപ്പിച്ച് കഴിക്കുക. അപ്പോൾ അതിനെന്തൊക്കെയാണ് ആവശ്യമായ ഒരു താപനില, പിന്നെന്താണ് ജലം, വായു ഇല്ലേ, ഇത് മൂന്നും ഉണ്ടെങ്കിൽ വിത്ത് മുളയ്ക്കാൻ പറ്റും. പക്ഷേ മുളച്ചൊരു വിത്ത് സസ്യമായി അല്ലെങ്കിൽ ചെടിയായി മാറുന്നതിനാണ് സൂര്യപ്രകാശം മണ്ണിൻ്റെ ആവശ്യകത പറയുന്നത്. പിന്നെ ബീജാങ്കുരണം നമ്മൾ പറഞ്ഞു. ആദ്യമായി ഭ്രൂണത്തിൽ, അതായത് വിത്തിൽ നിന്ന് ആദ്യമായി വരുന്നത് എന്താണെന്ന് പറഞ്ഞു? ബീജമൂലമാണെന്ന് പറഞ്ഞു അല്ലേ. റാഡിക്കളാണ് ആദ്യമായി വരുന്നത്. ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് എന്തായി മാറുന്നു എന്ന് പറഞ്ഞു? വേരായി മാറുന്നു. അതിനുശേഷം കാണ്ഡമായി മാറുന്നത് എന്താണ്? ബീജശീർഷമാണ്. ഇല വരുന്നത് വരെ നമുക്ക് ആഹാരം, സസ്യങ്ങൾക്ക് ആഹാരം വെച്ച് കൊടുക്കുന്നത് ബീജപത്രമാണ്. അതിനൊരു ക്ലിയർ ആയിട്ടുള്ള ഇമേജ് തന്നിട്ട് നമുക്കെല്ലാം മനസ്സിലാവുന്ന രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കായിക പ്രജനനം, സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളെ വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്ന് പുതിയ സസ്യമുണ്ടാകുന്നതിനെ എന്ത് പറയുന്നു എന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിനെ കായിക പ്രജനനം എന്നാണ്. അത് സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ, ഈ കായിക ഭാഗങ്ങളായ എന്നുള്ളത് PSC എക്സാമിനെടുത്ത് കളയും. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. കായിക ഭാഗങ്ങൾ, കായിക പ്രജനനം. സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്ന് പുതിയ സസ്യമുണ്ടാകുന്നത് കായിക പ്രജനനം. ഓക്കെ, അപ്പോൾ ഇനി പിന്നെ നമ്മൾ വിത്ത് വിതരണത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. വിത്ത് വിതരണത്തിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ സസ്യത്തിൻ്റെ വിത്തുകളെല്ലാം അതിൻ്റെ ചൂടിൽ തന്നെ മുളയ്ക്കുന്ന കാര്യം നമ്മൾ പല വെള്ളത്തിലൊഴുകിയും പൊട്ടിത്തെറിച്ചും കാറ്റിലൂടെയും നമ്മൾ അറിയാതെ നമ്മളായിട്ടും ഒക്കെ വിത്ത് വിതരണത്തിന് പല സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കുന്നതൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് കടൽ കടന്നെത്തിയ വിദേശികളെന്ന് പറഞ്ഞിട്ട് ഇതൊരു പോർഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കണ്ടില്ല. ഓക്കെ, വിത്ത് വിതരണത്തിൽ മനുഷ്യൻ്റെ അവൻ്റേതായ പങ്കുണ്ട്. പണ്ട് മുതലേ ദൂരസ്ഥലങ്ങളിലേക്കും അന്യരാജ്യങ്ങളിലേക്കും യാത്ര പോകുമ്പോൾ നാം വിത്തുകൾ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്യാറുണ്ട്. ഇവ പല ഭാഗത്തായി വിതരണം ചെയ്യപ്പെടുകയും വളരുകയും ചെയ്യുന്നു. കൈതച്ചക്ക, തേയില, മരച്ചീനി, പപ്പായ, റബ്ബർ, കശുവണ്ടി തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിയവയാണ്. ഓക്കെ, കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി ഇതൊക്കെ അമേരിക്കയിൽ നിന്നും, തേയില ചൈനയിൽ നിന്നും, ക്യാബേജ് യൂറോപ്പ് അങ്ങനെ പഠിക്കുക. റബ്ബർ കശുമാവ് ബ്രസീൽ അല്ലെ, റബ്ബർ കശുമാവ് ബ്രസീൽ. കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി അമേരിക്കയിൽ നിന്ന്, തേയില ചൈനയിൽ നിന്ന്, ക്യാബേജ് യൂറോപ്പിൽ നിന്ന്, റബ്ബർ കശുമാവ് ബ്രസീലിൽ നിന്നാണ്.
ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കുക. ചോദിക്കാം അല്ലേ, ക്യാബേജ് എൻ്റെ ജന്മദേശം എവിടെയാണ്, റബ്ബർ കശുമാവ് ബ്രസീലാണ്, തേയില ചൈനയിലാണ് അല്ലേ. ഇതാണ് ചോദിക്കാൻ ചാൻസ് കൂടുതൽ കേട്ടോ. നമ്മുടെ ഈ പച്ചമുളക്, പേരയ്ക്ക, പപ്പായൊക്കെ അമേരിക്കയാണ് അതിൻ്റെ ജന്മദേശം. ഓക്കെ, ഇങ്ങനെ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് വളർത്തിയ സസ്യങ്ങൾ നമ്മുടെ നാട്ടിലെ കാർഷിക മേഖല എത്രമാത്രം സമ്പുഷ്ടമാക്കിയിട്ടുണ്ട് ചർച്ച ചെയ്യുക, പച്ചക്കറിയുടെ കാര്യങ്ങളൊക്കെ കൊടുത്ത്. ഓക്കെ, ഇനി പ്രധാന നേട്ടങ്ങളിൽ പെടുന്നവ, അതായത് നമ്മൾ പഠിച്ചത്, അതായത് വിത്ത് മുളയ്ക്കാൻ വായു, ജലം, അനുകൂലമായ താപനില എന്നിവ ആവശ്യമാണെന്ന തിരിച്ചറിവ് വിശദീകരിക്കാൻ കഴിഞ്ഞു. വിത്ത് മുളയ്ക്കുമ്പോൾ വിത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ ഇല്ലേ, എന്തൊക്കെയാണ്? ബീജമൂലം, ബീജശീർഷം, ബീജപത്രം ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങൾ: വിവിധ കായിക ഭാഗങ്ങൾ മുഖേന പ്രജനനം നടത്തുന്ന സസ്യങ്ങളെ കായിക പ്രജനനം, അതായത് ഇല, വേര്, തണ്ട്, ഇതൊക്കെയാണ് കായിക പ്രജനനം നടത്താൻ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ ഏതാണ്? പിന്നെ അത്രയും മാത്രമേ ഉള്ളൂ. അതോടുകൂടി നമ്മുടെ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ആവുകയാണ്. ഇനി അടുത്ത ചാപ്റ്ററാണ് ഊർജത്തിൻ്റെ ഉറവകൾ എന്നുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാനത് ചെയ്തു തരാം. കാരണം ഇതിപ്പോൾ എഡിറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു 20 മിനിറ്റോളമുള്ള വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. കാരണം നമ്മുടെ കൺഫർമേഷൻ ഡേറ്റ് ഒക്കെ വന്നു LGSൻ്റെയും, അതിനോട് തന്നെ ചെറിയ ചെറിയ കുറച്ച് എക്സാമിൻ്റെ ഒക്കെ വന്നു. ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ളതെന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ലൈക്കൊക്കെ കുറവാണ് കേട്ടോ കിട്ടുന്നതൊക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയൊക്കെ. അതൊന്നും പ്രശ്നമില്ല, വരും അല്ലേ. നമ്മൾ പ്രതീക്ഷയാണല്ലോ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്, ജീവിതം തന്നെ പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ടൊന്നൊരു പ്രശ്നമില്ല, നമുക്ക് ലൈക്കും സബ്സ്ക്രൈബറൊക്കെ കൂടും. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഓക്കെ, താങ്ക് യു. എല്ലാവരും പഠിക്കുക, കൺഫർമേഷൻ കൊടുക്കുക കേട്ടോ. ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് വെക്കരുത്, പിന്നെ അവസാനം നെറ്റിൻ്റെ ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. അപ്പം ഊർജ്ജത്തിൻ്റെ ഉറവകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയണം, ഇതിപ്പോൾ ബേസിക് സയൻസ് മാത്രമാണ് ഞാൻ ഡെയിലി ഒരു വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് ഇതിനോട് സോഷ്യൽ സയൻസിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ടൈമിംഗ് ഒന്ന് മാറ്റിയിട്ട് മോർണിംഗ് ഒരു 9 o'clock 10 o'clock ബേസിക് സയൻസും അതിനുശേഷം ഈവനിങ്ങിൽ ഒരു സോഷ്യൽ സയൻസും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഇതിനൊക്കെ നിങ്ങളുടെ കമൻറ്റും സബ്സ്ക്രൈബും ആണ് എനിക്ക് വേണ്ടുന്നത്. അപ്പോൾ അത് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ. അപ്പം എല്ലാവരും പഠിക്കുക, കൺഫർമേഷൻ കൊടുക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.